ശ്രീ മഹാഭാരതത്തിലെ വനപർവത്തിൽ ഘോഷയാത്രാ പർവമാണ് നമ്മൾ വിചാരം ചെയ്തു വരുന്നത്. അവിടെ പാണ്ഡവന്മാരെ നേരിൽ കണ്ട് വേദനിപ്പിക്കാൻ വേണ്ടി കാട്ടിൽ ദ്വൈതവനത്തിൽ ചെന്ന ദുര്യോധനാദികളായ നൂറ്റവന്മാരെയും കർണനെയും ഗന്ധർവന്മാർ യുദ്ധത്തിൽ തോൽപ്പിക്കുകയും കർണൻ ജീവനും കൊണ്ട് ഓടുകയും ചെയ്ത സന്ദർഭത്തിൽ ദുര്യോധനനെയും ദുശാസനെയും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളെയും അവരുടെ പത്നിമാരെയും ബന്ധനസ്ഥരാക്കിയിട്ട് ഗന്ധർവന്മാർ തട്ടി കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ദുര്യോധനൻ്റെ അമാത്യന്മാർ അഭ്യർത്ഥിച്ചത് പാണ്ഡവന്മാരോടായിരുന്നു. അതുപോലെ ദുര്യോധനൻ്റെ ദീനമായ വിലാപം, ശരണം അഭ്യർത്ഥിച്ചുകൊണ്ട്, സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ കരച്ചിലും കേട്ട് ദയ തോന്നിയിട്ട് പാണ്ഡവന്മാർ വന്ന് രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യം ഭീമസേനൻ അതിന് എതിർപ്പ് പറഞ്ഞുവെങ്കിലും യുധിഷ്ഠിരൻ്റെ ദൃഢമായ ഒരു അഭിപ്രായം, വയം പഞ്ചാധികം ശതം, പുറത്തുനിന്ന് ആളുകൾ ആക്രമിക്കുമ്പോൾ നമ്മുടെ കുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, കുലത്തിൻ്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി നമ്മൾ 100ഉം 5ഉം 105 പേരായിട്ടിരിക്കണം എന്നുള്ള രാജനീതി, അതാണ് യുധിഷ്ഠിര മഹാരാജാവ് മുന്നോട്ട് വെച്ചത്. അത് അനുസരിക്കാൻ അനുജന്മാർ തയ്യാറാകുന്നു. അങ്ങനെ ഗന്ധർവന്മാരെ തോൽപ്പിച്ചു കൊള്ളാമെന്ന് അർജുനൻ വില്ലെടുത്ത് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് യുദ്ധത്തിന് പോവുകയാണ്. അവിടെ വീണ്ടും അവിടെ ഒഴിഞ്ഞുകിടക്കുന്ന രഥങ്ങളിൽ കയറി ദിവ്യായുധങ്ങൾ കയ്യിലെടുത്തു, കവചങ്ങൾ എടുത്ത് ധരിച്ചു. അതിവേഗത്തിൽ പായുന്ന കുതിരകളും അവിടെ ഉണ്ടായിരുന്നു. നൂറ്റന്മാരുടെ കുതിരകളും തേരുകളും തന്നെ അവർ ഉപയോഗിച്ചു. പാണ്ഡവന്മാർ യുദ്ധസന്നദ്ധരായി വരുന്നത് കണ്ടിട്ട് കൗരവ സൈന്യം ഹർഷധ്വനി മുഴക്കി. കാരണം അവരുടെ തന്നെ സൈന്യങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ തന്നെ നായകന്മാരാണ് പാണ്ഡവന്മാരും. അതിൽ അവർക്ക് അഭിമാനം തോന്നി, അവർ വലിയ ഘോഷമുണ്ടാക്കി. അത് കേട്ട് ഗന്ധർവന്മാരുടെ സൈന്യവും പുതുതായി വ്യൂഹരചന ചെയ്തുകൊണ്ട് യുദ്ധത്തിന് തയ്യാറായിട്ട് വന്നു. ആദ്യം അർജുനൻ അവരോട് സാന്ത്വപൂർവമായിട്ട്, സാമമായിട്ട് പറയണം എന്ന് യുധിഷ്ഠിരൻ പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ സഹോദരനായ ദുര്യോധനനെ നിങ്ങൾ വിട്ടുതരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഗന്ധർവന്മാർ മറുപടി പറഞ്ഞത്, ഞങ്ങൾക്ക് ഒരു ഭരണകർത്താവ് മാത്രമേ ഉള്ളൂ, അത് ചിത്രസേനൻ എന്ന ഞങ്ങളുടെ രാജാവാണ്. അദ്ദേഹത്തിന് പുറമേ സാക്ഷാത് ദേവേന്ദ്രൻ വന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾ അനുസരിക്കുകയില്ല, ആരായാലും ഞങ്ങൾ അനുസരിക്കുകയില്ല, ഞങ്ങളുടെ രാജാവിനെ മാത്രമേ ഞങ്ങൾ അനുസരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അർജുനൻ ഗന്ധർവ രാജാവിനോട് പറഞ്ഞു, ഗന്ധർവന്മാരോട് പറയാണ്, ഏതായാലും നിങ്ങൾ ഗന്ധർവന്മാർ, നിങ്ങളുടെ രാജാവായ ഗന്ധർവ രാജാവിന് പരതാരാഭിമരിശം, മറ്റുള്ളവരുടെ ഭാര്യമാരെ പിടിച്ചുകൊണ്ടുപോയി അനുഭവിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ചേർന്നതല്ല എന്ന് ധരിപ്പിക്കണം. പ്രത്യേകിച്ച് മനുഷ്യരുടെ പത്നിമാർ, അത് തികച്ചും ശരിയല്ല. അതുകൊണ്ട് ധൃതരാഷ്ട്രപുത്രന്മാരെ നിങ്ങൾ വിട്ടുതരൂ, അവരുടെ പത്നിമാരെയും നിങ്ങൾ മോചിപ്പിക്കൂ. നിങ്ങൾ മോചിപ്പിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ വിക്രമം കൊണ്ട് അവരെ മോചിപ്പിക്കും എന്ന് പറഞ്ഞു. സാന്ത്വപൂർവമായിട്ട് പറഞ്ഞിട്ട് കേൾക്കാത്തത് കൊണ്ട് അർജുനനും ഭീമനും മറ്റ് സഹോദരന്മാരും അവർക്കെതിരെ ബാണങ്ങൾ വർഷിക്കാൻ തുടങ്ങി. അവിടെ അതിഘോരമായ യുദ്ധമുണ്ടായി. 4 പാണ്ഡവന്മാർ ഒരു ഭാഗത്തും മറുഭാഗത്ത് ആയിരക്കണക്കിന് വരുന്ന ഗന്ധർവന്മാരും തമ്മിലായിരുന്നു യുദ്ധം. കർണനും ദുര്യോധനനും യുദ്ധം ചെയ്യുന്ന സമയത്ത് അവരുടെ രഥങ്ങൾ തകർത്തത് എങ്ങനെയായിരുന്നു? ആ ഗന്ധർവന്മാർ ചുറ്റുപാട് നിന്നുകൊണ്ട് ഒരാൾ കുതിരയെ കൊന്നു, കുതിരകളെ കൊന്നു, ഒരാൾ സാരഥിയെ കൊന്നു, ഒരാൾ കൊടിക്കൂറ മുറിച്ചു, ഒരാൾ അതിൻ്റെ കൂപരം മുറിച്ചു കളഞ്ഞു, ഒരാൾ ചക്രം തകർത്തു. അങ്ങനെയായിരുന്നു. ഇതുപോലെ ഭീമനെയും അർജുനനെയും തകർക്കാൻ വേണ്ടി, അവരുടെ രഥം തകർക്കാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ഗന്ധർവന്മാർ പാഞ്ഞ് നാലുപാടും വന്ന് വളഞ്ഞുവെങ്കിലും അർജുനൻ്റെ യുദ്ധസാമർഥ്യം എന്ന് പറയുന്നത് അത് അതുല്യമായ ഒരു സാമർഥ്യമാണ്. അർജുനൻ അതിനെല്ലാം തടഞ്ഞു. ഭീമനും അർജുനനും ചേർന്ന് അങ്ങനെ വരുന്നവരെയൊക്കെ തന്നെ ശരവർഷം കൊണ്ട് മൂടുകയാണ്. കാരണം അവർക്ക് അടുത്തെത്തിയാൽ മാത്രമല്ലേ രഥം തകർക്കാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെയുള്ള അവരുടെ ഈ ചതിപ്രയോഗം കണ്ടിട്ട് അർജുനന് കോപാവേശം വരികയും മഹാസ്ത്രങ്ങൾ അദ്ദേഹം പ്രയോഗിക്കുകയും ചെയ്തു. അതുപോലെ ഭീമനും മറ്റ് നകുല സഹദേവന്മാരും അതിഘോരമായി അമ്പുകൾ കൊണ്ട് ഗന്ധർവന്മാരെ കൊന്നു വീഴ്ത്താൻ തുടങ്ങി. ആകാശത്ത് നിന്ന് യുദ്ധം ചെയ്യുന്ന ഗന്ധർവന്മാരൊക്കെ തന്നെ യുദ്ധത്തിൽ ചോര പൊഴിച്ചുകൊണ്ട് അവിടെ മരിച്ചു വീഴാൻ തുടങ്ങി. ആകാശത്ത് നിന്ന് ഗദ, ഭല്ലം, നിസ്തൃംശം മുതലായ ആയുധങ്ങൾ അവർ വർഷിക്കാൻ തുടങ്ങി. അവയൊക്കെ തന്നെ അനേകായിരം അസ്ത്രങ്ങളെ കൊണ്ട് ആണ് അർജുനനും മറ്റും പ്രതിരോധിക്കുന്നത്.
അർജുനൻ അവർക്കെതിരെ ഗന്ധർവന്മാർക്കെതിരായിട്ട് ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കാം. അങ്ങനെ ധനുർവേദത്തിൽ നിയമമുള്ളത് കൊണ്ട് സ്ഥൂണാകർണം, ഇന്ദ്രജാലം, സൗരാസ്ത്രം, ആഗ്നേയാസ്ത്രം, സൗമ്യാസ്ത്രം ഇങ്ങനെയുള്ള ദിവ്യാസ്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചു. അദ്ദേഹത്തിനെതിരായിട്ട് ചിത്രസേനൻ തന്നെ ഗദയുമായിട്ട് ചാടി വീണു. അദ്ദേഹത്തിൻ്റെ ഗദയെ അർജുനൻ തൻ്റെ ശരജാലങ്ങളെ കൊണ്ട് തകർത്ത് കളഞ്ഞു. രക്ഷയില്ലെന്ന് കണ്ട് ചിത്രസേനൻ അന്തർധാനം ചെയ്തു. മായായുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശരീരം മറച്ചു നിൽക്കുന്ന ആളിനെ നേരിടാനും അർജുനന് വിദ്യ കയ്യിലുണ്ട്. അതാണ് ശബ്ദഭേദി ബാണം. അത് അദ്ദേഹം ചെറിയ പ്രായത്തിലെ പരിശീലിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശബ്ദഭേദി ബാണം കൊണ്ട് ചിത്രസേനനെ നേരിടാൻ തുടങ്ങിയപ്പോൾ ചിത്രസേനൻ തോറ്റ് അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ മറ്റാരുമല്ല അർജുന, അങ്ങയുടെ സഖാവാണ്, അങ്ങയുടെ സുഹൃത്താണ്, ഓർമ്മയില്ലേ? അങ്ങ് സ്വർഗത്തിൽ വന്ന സമയത്ത് അങ്ങക്ക് നൃത്തവും ഗീതവും പഠിപ്പിച്ചു തന്ന ആളാണല്ലോ ഞാൻ. നമ്മുടെ ആ സഖ്യം നിനക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിച്ചു. അർജുനൻ പറഞ്ഞു, എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. അർജുനൻ തൻ്റെ ദിവ്യാസ്ത്രങ്ങളെ സംഹരിച്ചു. രണ്ടുപേരും സഖ്യത്തിൽ ആയി രഥത്തിൽ കയറി ഇരുന്നു കൊണ്ട് അവർ സൗഹൃദ സംഭാഷണം ആരംഭിച്ചു. അർജുനൻ ചോദിച്ചു, അങ്ങ് ദുര്യോധനനെ അദ്ദേഹത്തിൻ്റെ ഭാര്യാസമേതമായിട്ട് പിടിച്ചു വെച്ചത് എന്തിനായിരുന്നു? അപ്പോൾ ചിത്രസേനൻ പറഞ്ഞു, ദുര്യോധനനെ ശകുനിയും മറ്റും തന്നെ പ്രകോപിപ്പിച്ചിട്ട് നിങ്ങളെ അപഹസിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ പാഞ്ചാലിയെയും മറ്റും പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ കാട്ടിൽ വന്നത്. അവർ മറ്റേ ഘോഷയാത്രയ്ക്ക് വേണ്ടിയിട്ടോ വ്രജപ്രദേശങ്ങൾ കാണാൻ വേണ്ടിയിട്ടോ വന്നവരായിരുന്നില്ല. ഇതറിഞ്ഞിട്ട് ദേവേന്ദ്രൻ എന്നോട് പറഞ്ഞു അവരെ തടയണം. എന്താണ് ഇന്ദ്രൻ പറഞ്ഞത്? ഗച്ഛ ദുര്യോധനം ബദ്ധ്വാ സഹാമത്യമിഹാനയ ധനഞ്ജയശ്ചതേ രക്ഷ്യ സഹ ഭ്രാതൃഭിരാഹവേ സച പ്രിയ സഖാതുഭ്യം ശിഷ്യശ്ച തവ പാണ്ഡവ. നിന്റെ ശിഷ്യനും നിന്റെ സുഹൃത്തുമായ ആ അർജുനനെ അപഹസിക്കാൻ വേണ്ടി സഹോദരന്മാരോടൊപ്പം ഉപദ്രവിക്കാൻ വേണ്ടി ദുര്യോധനാദികൾ പുറപ്പെട്ടിട്ടുണ്ട്. അവരെ നീ തടയണം, അർജുനനെയും സഹോദരങ്ങളെയും നീ രക്ഷിക്കുകയും ചെയ്യണം എന്ന് ഇന്ദ്രൻ തന്നെ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവരെ ബന്ധനസ്ഥരാക്കിയിട്ട് ഞാൻ സുരാലയത്തിലേക്ക്, ദേവലോകത്തിലേക്ക് കൊണ്ടുപോകാൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അർജുനൻ പറഞ്ഞു, ഞാൻ ധർമ്മരാജാവിൻ്റെ യുധിഷ്ഠിരൻ്റെ ശാസനപ്രകാരമാണ് വന്നത്. അതുകൊണ്ട് സുഹൃത്ത് എന്ന രീതിയിൽ അങ്ങ് എനിക്ക് പ്രിയം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സുയോധനനെ വിട്ടുതരികയാണ് വേണ്ടതെന്ന് പറഞ്ഞു. ചിത്രസേനൻ പറഞ്ഞു, ഇവൻ വാസ്തവത്തിൽ മോചനം അർഹിക്കുന്നില്ല, ഇവൻ മഹാപാപിയാണ്, ധർമ്മജനെയും പാഞ്ചാലിയും അപഹസിക്കാൻ വേണ്ടി വന്ന ആളാണ്. ഇനി മോചിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ധർമ്മജൻ്റെ അഭിപ്രായം അറിഞ്ഞിട്ട് ചെയ്തു തരാം എന്ന് പറഞ്ഞ് ദുര്യോധനെ കെട്ടിയിട്ട ദുര്യോധനയും പിടിച്ച് വലിച്ചിഴച്ചുകൊണ്ട് ആ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ കാൽക്കൽ കൊണ്ട് സമർപ്പിക്കുകയായിരുന്നു. യുധിഷ്ഠിരൻ ആ ഗന്ധർവ രാജാവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ കൗരവന്മാരെ ആരെയും കൊന്നില്ല, അതിനെനിക്ക് നിങ്ങളോട് നന്ദിയുണ്ട്. എൻ്റെ കുലത്തെ വലിയ അപമാനത്തിൽ നിന്ന് നിങ്ങൾ രക്ഷിച്ചു എന്നും യുധിഷ്ഠിര മഹാരാജാവ് പറഞ്ഞു. ചിത്രസേനൻ ദുര്യോധനനെയും കൂട്ടരെയും മോചിതരാക്കിയിട്ട് അവിടെ നിന്ന് അർജുനനെ ആശ്ലേഷിച്ച് പരസ്പരം ആലിംഗനം ചെയ്ത് സൗഹൃദമൊക്കെ പുതുക്കിയിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു. മോചിതനായ ദുര്യോധനനോട് ഈ ധർമ്മപുത്രർ പറഞ്ഞു, വളരെ സ്നേഹത്തോടുകൂടി പ്രണയത്തോടുകൂടി പറയുകയാണ്, സുയോധന ഇനി ഇങ്ങനെ സാഹസം കാണിക്കരുത്, സാഹസം സുഖത്തിനുതകുകയില്ല, നിനക്ക് മംഗളം വരട്ടെ, വൈമനസ്യം വേണ്ട, ദുഃഖിക്കേണ്ട ആവശ്യമില്ല, നീ ഭവനത്തേക്ക് തിരിച്ചു പോകൂ എന്ന് പറഞ്ഞപ്പോൾ ദുര്യോധനൻ അദ്ദേഹത്തെ പ്രണമിച്ച് അനുജ്ഞ വാങ്ങിയിട്ട് നാണിച്ച് തല താഴ്ത്തി പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഇവിടെ കൂടിയിരുന്ന ബ്രാഹ്മണരൊക്കെ പാണ്ഡവന്മാരെ അനുമോദിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു. കാരണം ബദ്ധവൈരികളായിട്ട് പോലും അവർക്ക് ആപത്ത് വന്നപ്പോൾ സഹായിക്കാൻ കാണിച്ച ആ നല്ല മനസ്സ് കണ്ടിട്ടാണ് അവർ സന്തോഷിച്ചത്, ബ്രാഹ്മണർ സന്തോഷിച്ചത്. ഹസ്തനപുരിയിലേക്ക് പോകാൻ പുറപ്പെട്ട ദുര്യോധനൻ തിരിച്ച് ഹസ്തനപുരിയിലേക്ക് പോയില്ല. ലജ്ജ കൊണ്ട്, അപമാനം കൊണ്ട്, ഭാരം കൊണ്ട്, അപമാനഭാരം കൊണ്ട് തലകുനിഞ്ഞ് നാട്ടിലേക്ക് പോകാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. വഴിയിൽ തന്നെ തങ്ങുകയാണ്. അത് കേട്ടറിഞ്ഞ് കർണൻ ഹസ്തനപുരിയിൽ ചെന്ന് ഒളിച്ച ആളാണ്. തൻ്റെ ഗൃഹത്തിൽ ചെന്ന് ഒളിച്ച കർണൻ വഴിയിലേക്ക് വന്ന് ദുര്യോധനനോട് സംസാരിക്കുകയാണ്. ദുര്യോധനെ കണ്ട സമയത്ത് വളരെ സന്തോഷത്തോടുകൂടി കർണൻ പറഞ്ഞു, ഗാന്ധാരേ എന്ന് വിളിച്ചു. ഗാന്ധാരി പുത്ര, നീ ഭാഗ്യത്താൽ ജീവിച്ചിരിക്കുന്നു, ഭാഗ്യം കൊണ്ട് നമുക്ക് വീണ്ടും കാണാൻ സാധിച്ചു. ഭാഗ്യത്താൽ നീ ഗന്ധർവന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് വിജയം പ്രഖ്യാപിക്കുകയും ചെയ്തു, ജയിക്കുകയും ചെയ്തല്ലോ. നീ നോക്കി നിൽക്കെ തന്നെ എനിക്ക് ജീവനം കൊണ്ട് ഓടേണ്ടി വന്നു. കാരണം എനിക്ക് വല്ലാതെ മുറിവേറ്റു, സൈന്യങ്ങളും ചിന്നിച്ചിതറി പോയി, ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ അവിടുന്ന് ഓടിപ്പോകേണ്ടി വന്നത്.
പക്ഷെ നിന്റെ പരാക്രമം അസാമാന്യമാണ്, അതുല്യമാണ്. നിനക്ക് ഒറ്റക്ക് അവരെ തോൽപ്പിക്കാൻ സാധിച്ചുവല്ലോ. ഗന്ധർവന്മാരെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് അത്ര ചില്ലറ കാര്യമല്ല എന്ന് കർണൻ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ദുര്യോധനൻ സ്വയം ഗന്ധർവന്മാരെ തോൽപ്പിച്ച് തിരിച്ചു വന്നു എന്നാണ് കർണൻ തെറ്റിദ്ധരിച്ചത്. ദുര്യോധനൻ സംഭവിച്ച അപമാനവും ദുഃഖവും തോൽവിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അടക്കം അപഹരിച്ചു കൊണ്ടുപോയത് ഒന്നും കർണൻ അറിഞ്ഞിട്ടേ ഇല്ല. ഇതാണ് കർണൻ്റെ സൗഹൃദത്തിൻ്റെ വില എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കർണൻ വാസ്തവത്തിൽ നല്ല സുഹൃത്തുമല്ല എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദുര്യോധനൻ പക്ഷേ കർണനോട് കോപിച്ചില്ല. ഇനിയും കർണനെ കൊണ്ട് ആവശ്യമുണ്ടല്ലോ. ദുര്യോധനൻ കർണനോട് പറഞ്ഞു, രാധയ്യ, ഞാൻ നിന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തുകയില്ല. ഞാൻ ജയിച്ചു എന്ന വിചാരത്തിലാണ് നീ ഇതൊക്കെ പറഞ്ഞത്. പക്ഷെ ഞാൻ സഹോദരന്മാരോടൊപ്പം ദീർഘനേരം ഗന്ധർവന്മാരോട് യുദ്ധം ചെയ്തുവെങ്കിലും ഇരുപക്ഷത്തും വലിയ ആൾനാശമൊക്കെ ഉണ്ടാക്കിയെങ്കിലും മായ കൊണ്ട് ശൂരന്മാരായ ഗന്ധർവന്മാർ ആകാശത്തിൽ നിന്ന് യുദ്ധം ചെയ്യാൻ തുടങ്ങിയപ്പോൾ യുദ്ധത്തിൻ്റെ ആ സമാനത ഇല്ലാതെയാവുകയും അവർ നമ്മളെക്കാൾ മികച്ചു നിൽക്കുകയും ചെയ്തു. അവർ നമ്മളെ ജയിക്കാനും തുടങ്ങി. പരാജയം ച പ്രാപ്താസ്മാ രണേ ബന്ധനമേവ ച സഹൃത്യാമത്യപുത്രാശ്ച സദാരബലവാഹനാ. അങ്ങനെ പരാജയം ഞങ്ങൾക്കുണ്ടാവുകയും നമ്മുടെ ഭൃത്യന്മാരും അമാത്യന്മാരും പുത്രന്മാരും ഭാര്യമാരും സൈന്യങ്ങളും അവരുടെ ബന്ധനത്തിലാവുകയും ചെയ്തു. ഇതേറ്റവും നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. ദുര്യോധനന്റെ ഒരു ദീനത ആലോചിച്ച് നോക്കൂ. പാണ്ഡവന്മാരെ കള്ളച്ചൂതിൽ തോൽപ്പിച്ച്, വീര്യം കൊണ്ടല്ല പാണ്ഡവന്മാരെ അദ്ദേഹം ജയിച്ചത്, കള്ളച്ചൂത് കളിച്ച് തോൽപ്പിക്കുകയായിരുന്നു. എന്നിട്ട് അവരുടെ പത്നിയെ ബലാതായിട്ട് പിടിച്ച് സഭയിൽ കൊണ്ടുവന്ന് വസ്ത്രാക്ഷേപം ചെയ്ത് അപഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്ത ദുര്യോധനന് സ്വന്തം ഭാര്യയെ ഗന്ധർവന്മാർ പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് രക്ഷിക്കാൻ സാധിക്കാതെ ബന്ധനസ്ഥനായിട്ട് ഇതേ പാണ്ഡവന്മാരെ ആശ്രയിക്കേണ്ടി വിലപിക്കേണ്ടി വന്നു, അവരോട് ദീനദീനമായിട്ട് കേണപേക്ഷിക്കേണ്ടിയും വന്നു എന്നുള്ള ദൈന്യം ദുര്യോധനെ വല്ലാതെ ഉലച്ചു കളഞ്ഞിട്ടുണ്ട്. കാരണം ഇത് പ്രകൃതി നൽകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് എന്ന് ദുര്യോധനൻ തൽക്കാലത്തേക്കെങ്കിലും മനസ്സിലാക്കി. അദ്ദേഹം പറഞ്ഞു, അവർ എൻ്റെ സ്വന്തക്കാരായ ആളുകളൊക്കെ തന്നെ അപഹരിക്കപ്പെട്ടു. അതിൽ ചിലർ, ബാക്കിയുള്ള ചില ആളുകൾ ചെന്ന് ദീനന്മാരായിട്ട് പാണ്ഡവന്മാരോട് ശരണം പ്രാപിച്ചു. ധർമാത്മാവായ ജ്യേഷ്ഠ പാണ്ഡവൻ ഞങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടി ആജ്ഞാപിച്ചു. മഹാരഥന്മാരായിട്ടുള്ള അർജുന ഭീമന്മാരായ പാണ്ഡവന്മാർ വന്ന് സാന്ത്വപൂർവം ആ ഗന്ധർവന്മാരോട് അപേക്ഷിക്കുകയും സാന്ത്വനം കൊണ്ട് കാര്യം നടക്കാതിരുന്നപ്പോൾ അവർ വിക്രമം കാണിക്കുകയും ശരവർഷം തുടങ്ങുകയും ചെയ്തു. ഗന്ധർവന്മാർ ഒടുവിൽ യുദ്ധത്തിൽ തോറ്റ സമയത്ത് അവർ ഈ ബന്ധനസ്ഥരായ ഞങ്ങളെയും കൊണ്ട് ആകാശമാർഗത്തിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ അർജുനനും ഭീമനും വിട്ടില്ല. അവർ നാലുപാടും അമ്പുകൾ ചെയ്തുകൊണ്ട്, ആയിരക്കണക്കിന് അമ്പുകൾ ചെയ്തുകൊണ്ട് 4 ദിക്കുകളെയും അവർ അങ്ങനെ ബന്ധിച്ചു. അങ്ങനെ ദിഗ്ബന്ധനം ചെയ്ത സമയത്ത് അവർക്ക് ഏത് ഭാഗത്തേക്ക് ഓടാൻ സാധിച്ചില്ല. അങ്ങനെ പരാജയപ്പെട്ട് ആ ചിത്രസേനൻ എന്ന ധനഞ്ജയ സഖാവ് അർജുനന്റെ സുഹൃത്താണ് എന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അദ്ദേഹം മുന്നിൽ വന്നു. അവർ പരസ്പരം ആശ്ലേഷിച്ചു, കെട്ടിപ്പിടിക്കുന്നതും ഞാൻ കണ്ടു. അതിനുശേഷം അവർ കുശലം പറഞ്ഞു, സുഖവിവരങ്ങൾ അന്വേഷിച്ചു. എല്ലാവരെയും മോചിപ്പിച്ച ശേഷം അവർ പരസ്പരം പൂജിച്ചു. അപ്പോൾ അർജുനൻ അവരോട് പറഞ്ഞു, അനർഹദർശന ഭീമേ ജീവമാനേഷു പാണ്ഡുഷു. അല്ലയോ ചിത്രസേന, പാണ്ഡവന്മാർ ജീവിച്ചിരിക്കെ ഇവർ ബന്ധനസ്ഥരാക്കേണ്ടവരല്ല, അതിന് അവർ അർഹിക്കുന്നില്ല. കാരണം ഞങ്ങൾ ജീവിച്ചിരിക്കെ ഞങ്ങളുടെ സഹോദരന്മാരെ ബന്ധനസ്ഥനാക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ അങ്ങ് എന്തുകൊണ്ടാണ് അവരിങ്ങനെ ബന്ധനസ്ഥരാക്കിയത്? ഞങ്ങളുടെ സഹോദരന്മാരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. അപ്പോൾ ചിത്രസേനൻ പറഞ്ഞു, ദഷ്ടാര സ്മ സുഖാധീനാൻ സദാരൻ പാണ്ഡവാനിതി. അപ്പോൾ ചിത്രസേനൻ നമ്മുടെ രഹസ്യമന്ത്രണത്തെ അറിഞ്ഞവനാണ് എന്ന് എനിക്ക് മനസ്സിലായി. നമ്മളെ ഗൂഢമായിട്ട് ഇവിടെ നിന്ന് തീരുമാനിച്ച കാര്യങ്ങൾ ചിത്രസേനൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ കൗരവന്മാർ ഇവിടെ വന്നത് നിങ്ങളെ ദീനദുഃഖിതന്മാരായിട്ട് കാണാൻ വേണ്ടിയിട്ടും അപഹസിക്കാൻ വേണ്ടിയിട്ടുമാണ്, നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടുമാണ് അവർ വന്നത്. ഇത് കേട്ട് അത് കേട്ട സമയത്ത് ഞാൻ ലജ്ജിച്ച് ഭൂമി പിളർന്നു പോകുന്നത് പോലെ എനിക്ക് തോന്നി. കാരണം എന്താണ്? ഈ തോറ്റത് ഒരു നാണക്കേട്, പാണ്ഡവന്മാരുടെ സഹായം കൊണ്ട് രക്ഷപ്പെട്ടു മോചിതരായി എന്നുള്ളത് അതിലും വലിയ ഒരു അപമാനമാണ്. അതോടൊപ്പം നമ്മളവിടെ ചെന്നത് ഇതേ പാണ്ഡവരെ അവഹേളിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന കാര്യം കൂടി ചിത്രസേനൻ അർജുനനോട് പറഞ്ഞത് കേട്ടപ്പോൾ പിന്നെ ആ ഭൂമി പിളർന്ന് താഴോട്ട് പോകുന്നതായിട്ടുള്ള അത്രയധികം അപമാനഭാരം കൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെയായി കർണ.
ബന്ധനസ്ഥനായ എന്നെ ഒരു ബന്ദിയെ പോലെ ആ യുധിഷ്ഠിര മഹാരാജാവിന്റെ കാൽക്കൽ ചെന്ന് കാഴ്ചവെക്കുകയായിരുന്നു ആ ചിത്രസേനൻ. അത് മാത്രമോ, സ്ത്രീ സമക്ഷമഹം ദീനോ ബദ്ധ ശത്രുവശം ഗത വിധിഷ്ഠിരോപഹൃത എന്നു ദുഃഖമതപരം. സ്ത്രീകളുടെ മുന്നിൽ വെച്ച്, സൈന്യങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഞാനിങ്ങനെ ബന്ധനസ്ഥനായിട്ട് ശത്രുക്കളുടെ പിടിയിൽപ്പെട്ട് പോവുകയും എന്നെ യുധിഷ്ഠിരന്റെ മുന്നിൽ അവർ കാഴ്ചവെക്കുകയും ചെയ്യും, ഒരു കാഴ്ചവസ്തുവായിട്ട് കാഴ്ചവെക്കുകയും ചെയ്തു. ഇതിൽ പരം ദുഃഖം എന്താണ് ഇനി എനിക്ക് വരാനുള്ളത്? ഞാൻ നിരാകരിച്ച ശത്രുക്കളുടെ കൈകളാൽ രക്ഷിക്കപ്പെട്ട് അവരുടെ കൃപ കൊണ്ട് രക്ഷിക്കപ്പെട്ടതായ ഈ ജീവിതം ഇനി ഞാൻ എന്തിനാണ് കൊണ്ടു നടക്കുന്നത്? ശത്രുവിൻ്റെ കൈകൊണ്ട് മരിച്ചാൽ അത് ശ്രേയസ്കരമാണ്, സ്വർഗലോകം കിട്ടും, വീരസ്വർഗം കിട്ടും. പക്ഷേ അതൊന്നും എനിക്ക് അർഹതയില്ലാതെയായിരിക്കുന്നു. ഇനി ഒരു കാര്യം ചെയ്യൂ, നിങ്ങളൊക്കെ നാട്ടിൽ പോയി ജീവിക്കുക. ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് പ്രായോപവേശം ചെയ്ത് ജീവനൊടുക്കാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ചുകൊണ്ട് വെള്ളം പോലും കുടിക്കാതെ ശരീരത്തെ ത്യജിക്കുന്ന മുനിമാരൊക്കെ ചെയ്യുന്ന, ത്യാഗികളായ ആളുകൾ ചെയ്യുന്ന, തപോധന്മാരായിട്ട് ആളുകൾ ചെയ്യുന്ന ജീവത്യാഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുങ്ങുകയാണ്. ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് ഇതാ പ്രായോപവേശം ചെയ്യാൻ പോവുകയാണ്. ദുര്യോധനന് വളരെ കുറച്ചു നേരത്തെ ഒരു ശ്മശാന വൈരാഗ്യം എന്ന് പറയുന്ന പോലെ താൽക്കാലികമായ ഒരു വിരക്തി ഉണ്ടായി. ഒന്നും വേണ്ട, ഇത്രയധികം അപമാനം ഉണ്ടായിട്ട് ഇനി എങ്ങനെയാണ് ആളുകളുടെ മുഖത്ത് നോക്കുക? നിങ്ങൾ ദുശാസനെ മുൻനിർത്തിയിട്ട് നാട്ടിലേക്ക് പോയി രാജ്യം ഭരിക്കുക. എനിക്ക് നാട്ടിലേക്ക് പോകാൻ സാധിക്കുകയില്ല. കാരണം ഭീഷ്മര്, ദ്രോണര്, കൃപര്, അശ്വത്ഥാമാവ്, വിതുരര്, ബാഹ്ലീകൻ, സഞ്ജയൻ, സൗമദത്തി മുതലായ ആളുകളൊക്കെ തന്നെ എന്നെ ഇനി കുറ്റപ്പെടുത്തും. കാരണം ഞാൻ ചെയ്തത് എന്താണ്? ശത്രുവിൻ്റെ നെഞ്ചിലും തലയിലും കാൽവെച്ചു നടന്ന ഞാൻ ഇന്ന് ഈ നിലയിലായി, പരാജിതനായി, അപമാനിതനുമായി. അഹങ്കാരം കൊണ്ട് ചിലർ തങ്ങളുടെ ഐശ്വര്യം തകർക്കുന്നവരുണ്ട്. ഇതെല്ലാം എൻ്റെ ദുർബുദ്ധി കൊണ്ട് തന്നെ വന്നതുമാണ്, ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞു. ഈ അപമാനഭാരം കൊണ്ടാണ് ഇദ്ദേഹം ശരീരത്യാഗം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച് അവിടെ ഇരുന്നു. അപ്പോൾ കർണൻ പറഞ്ഞു, അങ്ങ് എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? പാണ്ഡവന്മാർ അങ്ങയെ രക്ഷിച്ചു എന്നുള്ളതാണ് അങ്ങക്ക് അപമാനമായിട്ട് തോന്നുന്നതെങ്കിൽ ആ പാണ്ഡവന്മാർ ആരാണ്? അങ്ങയുടെ ദാസന്മാരാണ്. ചൂതിൽ തോറ്റ് ദാസ്യം സ്വീകരിച്ചവരാണ്. അപ്പോൾ ദാസന്മാരുടെ കടമ എന്താണ്? യജമാനനെ രക്ഷിക്കലാണ്. പ്രജകളുടെ കർത്തവ്യം എന്താണ്? തങ്ങളുടെ രാജാവിനെ രക്ഷിക്കലാണ്. അപ്പോൾ അവരുടെ കടമ ചെയ്തു. അവർ വീരന്മാരാണ്. അവർ പരാജയം എന്തെന്ന് അറിയാത്തവരാണ്. തോറ്റ് പിന്തിരിഞ്ഞ് ഓടാത്തവരുമാണ്. കർണൻ പാണ്ഡവന്മാരുടെ വീര്യത്തെക്കുറിച്ച് അവിടെ പറയുന്നു. ശൂരാശ്ച ബലവന്തശ്ച സംയുഗേഷു അപലായിനഃ. ശൂരന്മാരും ബലവന്മാരും യുദ്ധത്തിൽ ഒരിക്കലും പലായനം ചെയ്യാത്തവരുമായ പാണ്ഡവന്മാർ അവരുടെ കടമ ചെയ്തു. അവരുടെ രാജാവിനെ അവർ രക്ഷിച്ചു. അത് എന്താണ് ഇത്രയധികം അപമാനം തോന്നാനുള്ളത്? നോക്കൂ, ഈ അതേ പാണ്ഡവന്മാർ സമ്പാദിച്ച സ്വത്ത് സമ്പത്തിനെയും രത്നങ്ങളെയും ഒക്കെയല്ലേ നീ ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്? എന്നിട്ട് ആ പരാജയം സംഭവിച്ചിട്ട് അവർ പ്രായോപവേശം ചെയ്തില്ലല്ലോ. ഇതാണ് കർണന്റെ ന്യായം. അപ്പോൾ അവരുടെ പാണ്ഡവന്മാർ വീര്യം കൊണ്ടും ശൗര്യം കൊണ്ടും നേടിയെടുത്ത രാജ്യവും അവരുടെ ധനവും കള്ളച്ചൂതിലൂടെ, വളഞ്ഞ വഴിയിലൂടെ, തെറ്റായ മാർഗത്തിലൂടെ നേടിയെടുത്തത് ഒരു മോശം കാര്യമാണ് എന്ന് കർണൻ ഇപ്പോഴും തോന്നിയിട്ടില്ല, ദുര്യോധനനും തോന്നിയിട്ടില്ല. എന്നിട്ട് പറയുകയാണ്, അത്രയും തോൽവി പറ്റിയിട്ട് എല്ലാം തകർന്നു കഴിഞ്ഞിട്ട് എല്ലാം നഷ്ടപ്പെട്ടിട്ടും പാണ്ഡവന്മാർ ഇതുപോലെ പ്രായോപവേശം ചെയ്തിട്ടില്ലല്ലോ എന്ന് കർണൻ ഒരു വാദം ഉന്നയിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങയെ വിടില്ല, ഞാൻ അങ്ങയുടെ കാൽക്കീഴിൽ ഇരുന്ന് അങ്ങയെ ശുശ്രൂഷിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. ദുര്യോധനൻ അതൊന്നും കേട്ടില്ല. ശൗനി വന്നിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് പാണ്ഡവന്മാരുടെ ധനം ചൂതുകളിലൂടെ നേടിത്തന്നില്ലേ? അതൊക്കെ നീ ഇട്ടെറിഞ്ഞ് എന്തിനു പോകുന്നു? നീ അല്പബുദ്ധിയായി തീരരുത്. അവിടെയും ശകുനിയും പറയുന്നത് ഞാൻ നിനക്ക് നേടിത്തന്നു എന്നാണ്. ഒരു ക്ഷത്രിയൻ ഒരിക്കലും ചേരാത്ത ഒരു കാര്യമാണ്. വളഞ്ഞ വഴിയിലൂടെ മറ്റുള്ളവരുടെ സഹായം കൊണ്ടും കള്ളച്ചൂതിലൂടെയും കാപട്യം കൊണ്ടും മറ്റുള്ളവരുടെ രാജ്യം കരസ്ഥമാക്കുക എന്ന് പറയുന്നത് ശൂരനായ ഒരു ക്ഷത്രിയന് ചേർന്നതല്ല. എങ്കിലും ശകുനിയും പറയുകയാണ്, ഞാൻ നിനക്ക് രാജ്യം നേടിത്തന്നില്ലേ, അത് നീ ഉപേക്ഷിച്ചു പോകരുത്. സമുത്പതിതം ഹർഷം ദൈന്യം വാന നിയച്ഛതി സ നശ്യതി ശ്രിയം പ്രാപ്യ പാത്ര മാമവിവാംഭസി. മനോഹരമായ ഒരു ലോകോക്തിയാണ് ശകുനി പറഞ്ഞത്. ഹർഷമായാലും ദൈന്യമായാലും പെട്ടെന്ന് ഉള്ളിൽ നിന്ന് പൊങ്ങി വരുന്ന സമയത്ത് അതിനെ നമ്മൾ അമിതമായി വരുന്ന ഹർഷത്തെയും സന്തോഷത്തെയും ദൈന്യത്തെയും ദുഃഖത്തെയും രണ്ടും നിയന്ത്രിച്ചില്ലെങ്കിൽ ഐശ്വര്യം നേടിയാലും അത് നശിച്ചു പോകും. എങ്ങനെയെന്ന് വെച്ചാൽ ആമപാത്രം പോലെ ചൂടാക്കാത്ത ഈ മണ്ണിൻ്റെ പാത്രം അത് അഗ്നിയിൽ ചുട്ടിട്ടാണ് അതിന് ഉറപ്പുണ്ടാക്കുന്നത്. പക്ഷേ ചുട്ടെടുക്കുന്നതിന് മുമ്പ് അത് വളരെ ദുർബലമായിരിക്കും. അത് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അതിൻ്റെ മണ്ണ് അലിഞ്ഞു പോകും, അത് കുടം നശിച്ചു പോകും. അതുപോലെ
നേടിയെടുത്ത ഐശ്വര്യം മുഴുവനും അമിതമായ ഹർഷവും അമിതമായ ദുഃഖവും കൊണ്ട് കളഞ്ഞു കുളിക്കാറുണ്ട് ആളുകൾ. അങ്ങനെ ചെയ്യരുത്, അതിനെ നിയന്ത്രിക്കണം. നമ്മളെ നീ തിരിച്ചു പോകാൻ പാടില്ല, ഉപേക്ഷിക്കാൻ പാടില്ല. പാണ്ഡവന്മാരുടെ രാജ്യത്തെ നീ സുഖമായി അനുഭവിക്കുകയാണ് വേണ്ടത്. ദുശാസനൻ അദ്ദേഹത്തിന്റെ കാലിൽ വീണ് കരഞ്ഞു പറഞ്ഞു. പക്ഷെ ദുര്യോധനൻ അയഞ്ഞില്ല. ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ ദർഭ വിരിച്ച് പീതദൂകൂലമൊക്കെ ധരിച്ച് കുശചീരാംബരധര പരം നിയമമാസ്ഥിത, ദർഭ വിരിച്ചുകൊണ്ട് ചീരം ധരിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ഇരുന്ന് പ്രായോപവേശം ചെയ്യുകയാണ്. എന്താണ് ദുര്യോധനൻ പ്രായോപവേശം ചെയ്യുന്നതോടുകൂടി അവിടെ നടക്കുന്നത് എന്ന കാര്യം നമ്മൾ നോക്കുക. യുദ്ധം അതോടെ അവസാനിക്കുകയാണോ? മഹാഭാരത കഥ ഇവിടെ അവസാനിക്കുമോ? ദുര്യോധനൻ പ്രായോപവേശം ചെയ്ത് സ്വർഗത്തിൽ പൂകിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ മഹാഭാരത കഥക്ക് എന്താണ് പ്രസക്തിയുള്ളത്? അവിടുന്ന് അദ്ദേഹം പിന്തിരിഞ്ഞ് വീണ്ടും നാട്ടിലേക്ക് വന്നുവോ? എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം.